നോലുമ്പായതുകൊണ്ട് എന്നും പച്ചക്കറിയല്ലേ, വീട്ടിലുള്ള കടല പൂത്തു പോകണ്ട വിചാരിച്ചിട്ട് ഇന്ന് അതുകൊണ്ട് കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. അതിൽ ഉള്ളിയും കിഴങ്ങും പൊടികളും കൂടെ ഇട്ടിട്ട് കുക്കറിൽ വെച്ച് പിന്നെ വെണ്ടയ്ക്ക ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെണ്ടയ്ക്ക പാത്രത്തിലാക്കി. ഉണ്ടാക്കാൻ എളുപ്പത്തിൽ ഞാൻ ഇന്നലെ തന്നെ വെണ്ടയ്ക്ക മുറിച്ചിട്ട് അതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് പുരട്ടി വെച്ചതായിരുന്നേ. കടല വെന്തപ്പോൾ അതിക്ക് തേങ്ങ അരച്ചൊഴിച്ചിട്ട് പിന്നെ അത് വറവിട്ടിട്ട് അത് മാറ്റി വെച്ചു. റേഷനരിൻ്റെ ചോറായതുകൊണ്ട് അത് വേഗമാവും. പിന്നെ സോയാബീൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ചിട്ട് അതിൽ ഉള്ളി ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് ഉള്ളി വാട്ടിയിട്ട് പിന്നെ തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചതും ഇട്ട് പൊടികളെല്ലാം ഇട്ടിട്ട് മിക്സാക്കി അതിൽ സോയാബീനും കൂടെ ഇട്ടിട്ട് അത് അങ്ങോട്ട് റെഡി ആവാൻ വേണ്ടി വെച്ച്. ഇറച്ചിയും മീനൊക്കെ ആണെങ്കിൽ ഉച്ചത്തേക്ക് ആ ഒരു കൂട്ടം മാത്രം മതി. പച്ചക്കറി ആണെങ്കിൽ 2-3 വിധമൊക്കെ വേണ്ടി വരും. വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര ചിലവാണ് നോമ്പ് കാലമായപ്പോൾ. തീരാനായിരുന്നു വെളിച്ചെണ്ണ. രാവിലെ ചായക്ക് പത്തിരിയേനി. ചന്ദ്രൻ അതിൻ്റെ കൂടെ തേങ്ങാപ്പാൽ വേണമെന്ന് പറഞ്ഞപ്പോൾ തേങ്ങാപ്പാൽ ഉണ്ടാക്കിയിട്ട് അതൊന്ന് ചെറിയ ഉള്ളിയിട്ട് മൂപ്പിച്ച് വെച്ച്. ഒരു പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ടേനി. പിന്നെ പച്ചമാങ്ങ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കി. രതീശേട്ടന് കൊണ്ടുപോകാൻ ഒരു പാത്രത്തിൽ പത്തിരിയാക്കി. പിന്നെ ചോറിൻ്റെ കൂട്ടത്തിൽ ചമ്മന്തിയും വെണ്ടയ്ക്കേൻ്റെ ഉപ്പേരിയും വെച്ച് കൊടുത്തു. സോയാബീൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതും ഒരു പാത്രത്തിലാക്കി കൊടുത്തു വിട്ട്. പിന്നെ കറിയും പാത്രത്തിലാക്കി പ്ലേറ്റും കൂടെ വെച്ച് കൊടുത്തിട്ട് എല്ലാം കൂടെ പുറത്ത് തിണ്ടുമ്മൽ കൊണ്ടുവച്ചു. ഇനി രതീശേട്ടൻ കവറിലാക്കി കൊണ്ടുപോയിക്കോളൂ. അത് കഴിഞ്ഞിട്ട് പത്തിരിയിൽ തേങ്ങാപ്പാൽ വെച്ച് ചന്ദ്രന് തിന്നാൻ കൊടുത്തു. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.